കലത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി ഒരു 2 മണിക്കൂർ വെള്ളമൊഴിച്ച് കുതിർത്തി എടുത്തതാണ്. ഇത് ഒരു അരിപ്പയിൽ തട്ടി വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കാം. 1 കപ്പ് നല്ല കട്ടിക്ക് ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. 1/2 കപ്പ് അവല് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരിയിട്ട് കുതിർത്തി എടുത്തിരിക്കുന്ന അവല് ചേർക്കാം. 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 2 നുള്ളു ഉപ്പ്, ഉരുക്കി വെച്ചിരിക്കുന്ന നല്ല കട്ടിക്ക് ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്ന ശർക്കരപ്പാവ് ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാവും കൂടെ ചേർത്ത് മുഴുവനും ചേർത്തിട്ടല്ല ഇത് അരച്ചെടുത്തത്. ബാക്കിയിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞെടുക്കാം. ഇത് ഇത്രയും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, ഇതിൻ്റെ അളവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് എല്ലാം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതേ പാനിൽ തന്നെയാണ് മാവിൻ്റെ കൂട്ടൊഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത്. ഈ പാനിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് അണ്ടിപ്പരിപ്പും വറുത്തതും ചേർത്ത് അരിയുടെ മിക്സ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ബാക്കിയിരിക്കുന്ന കുറച്ച് വിതറി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം ബാക്കിയിരിക്കുന്നതും കൂടെ വറുത്തത് മുകളിൽ വിതറി ഒരു 10-20 മിനിറ്റോളം ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇത് വെന്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായി. അതിൽ മാവിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ തന്നെ ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിതറി വീണ്ടും ഒരു 20 മിനിറ്റോളം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വയ്ക്കാം.